നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രന് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്. ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഒടുവില് സേതുവും പല്ലവി കല്യാണം കഴിഞ്ഞ് പൊന്നുംപടത്തിലേക്ക് വരുവാണ്. അവരെ കണ്ടതും ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഋതുവും അച്ചുവും അതോടൊപ്പം തന്നെ പൂർണിമയൊക്കെ ഞെട്ടിപ്പോയി. കാരണം അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് വധൂവരന്മാരെ പോലെയാണ് വന്നിരിക്കുന്നത്. പല്ലവിയുടെ കഴുത്തില് താലിയുമുണ്ട്. ഈ സമയത്ത് ഋതു പറഞ്ഞു, അവര് പണി പറ്റിച്ചെന്ന് തോന്നുന്നല്ലോ അമ്മയെന്ന് പറയാണ്. ആ സമയത്ത് സേതുവിനെ പല്ലവിയെ ഒന്ന് നോക്കി പൂർണിമ. അപ്പോഴേക്കും സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് കയറി വന്നു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, കൊള്ളാലോ, ആരോടും പറയാതെ ഒരു വാക്ക് പോലും പറയാതെ രണ്ടുപേരും കൂടെ സ്വന്തം തീരുമാനപ്രകാരം ഓരോ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വന്നിരിക്കുമല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രനോട് സേതു പറഞ്ഞു, ഞങ്ങളൊരു തോന്നിയാസം കാണിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടൊരു മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താലി ചാർത്തേണ്ടതായിട്ട് വന്നു. ഇനി അതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാ മതി. ഈ സമയത്ത് പെട്ടെന്ന് പൂർണിമ പറഞ്ഞു, ഇന്ദിര ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടെന്ന് പറയാം. അപ്പോഴേക്കും സേതു പൂർണിമയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പല്ലവിയുടെ കഴുത്തിൽ താലി ചാർത്തേണ്ടതായിട്ട് വന്നു. അത് ആരോടും പറയാനൊന്നും പറ്റില്ല. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമയുടെ കാലിലേക്ക് അങ്ങോട്ട് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ തുടങ്ങുക. അപ്പോഴേക്കും പൂർണിമ പെട്ടെന്ന് അങ്ങോട്ട് പിന്നേക്ക് മാറി. അതിനുശേഷം അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞു പോവാണ്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ പൂർണിമ പോയത് കണ്ടേ, പൂർണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ വന്നത്. എങ്ങനെ ഇഷ്ടപ്പെടാനാന്ന് പറയടാ. അല്ലെങ്കിലും നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിനക്ക് ചേരുന്നൊരു കാര്യമാണോ നീ ചെയ്തത്? എടാ നിന്നെ അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവരങ്ങനെ ചെയ്തത്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത്. എടാ നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല, ഇറങ്ങിപ്പോടാൻ മര്യാദയ്ക്ക്. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, അത് ഇന്ദ്രനാണോ തീരുമാനിക്കണേ? തൽക്കാലത്തേക്ക് പൂർണ്ണാമയുടെ സ്ഥാനത്ത് നിന്ന് ഞാനടാ ഈ കാര്യങ്ങൾ പറയണേ. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അതെ പല്ലവേച്ചി സേതുവണ്ണം കൂടെ അകത്തേക്ക് കയറുക, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ശ്രീഹരി പറഞ്ഞു, അതെ അകത്തേക്ക് കയറുക, എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇത് നിങ്ങളുടെ വീടല്ലേ, ഇങ്ങോട്ട് കയറുക. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഇല്ല അമ്മ പറയാതെ ഞാൻ അകത്തേക്ക് കയറി വരില്ല. അമ്മ വിളിച്ചാൽ മാത്രമേ കയറി വരുള്ളൂ. അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടേലും പോകത്തുള്ളൂ. അച്ചു പറഞ്ഞു, എന്താ സേതുവേട്ട ഇങ്ങനെയൊക്കെ പറയണേ? സേതുവേട്ടന്റെ വീട്ടിൽ നിന്ന് സേതുവേട്ടൻ എങ്ങോട്ടേക്ക് പോകാനാ? ഇന്ദ്രൻ പറഞ്ഞു, എവിടേക്കാലും പോയിക്കോ, പക്ഷെ ഇനി ഇവിടെ നീ കാണണ്ട. അല്ലെങ്കിലും നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? അമ്മയ്ക്ക് അതും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ അമ്മ കയറിപ്പോയത്. ഈ സമയത്ത് സേതുവിന് ഭയങ്കര വിഷമായി. സേതു പല്ലവിയോട് പറഞ്ഞു, ബാ പല്ലവി നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് തിരിയുമ്പത്തേനുമാണ് അവിടെ നിൽക്കാൻ പറയുന്നേ. നോയിക്കഴിഞ്ഞപ്പോ പൂർണ്ണിമ അത് പറഞ്ഞേ. ആ സമയത്ത് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ സ്വാതി ബേബി ചേച്ചിയൊക്കെ നിലവിളക്കും ആരതിയൊക്കെ ആയിട്ട് വരുന്നു. പൂർണ്ണിമയും കൂടെയുണ്ട്. പിന്നീട് പൂർണ്ണിമ രണ്ടുപേരെയും കൂടെ അടുത്തേക്ക് വിളിച്ചു. രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ പറയാണ്. പിന്നീട് ബേബി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആരതി വാങ്ങിച്ചു. ആരതി മേടിച്ച ആരതി ഒഴിയുക. ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് വയ്ക്കുക ഇന്ദ്രൻ. തലയിലൊരു ഇടുത്തി വീണ അവസ്ഥ. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇന്ദ്രൻ. ഇന്ദ്രന്റെ വിചാരം പൂർണ്ണിമ അടിച്ചിറക്കും. താന് പൂർണ്ണിമയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോടും പറയാതെ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കയറ്റില്ല, ഇവിടുന്ന് ഇറക്കി വിടണമെന്നൊക്കെ. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. ഒന്നും മേലാത്ത അവസ്ഥയിൽ രണ്ടുപേരെ പുറത്താക്കുന്നു കരുതി ഇന്ദ്രന് നല്ല പണി തന്നെ കിട്ടി. പിന്നീട് നിലവിളക്കൊക്കെ വാങ്ങിച്ച് പൂർണ്ണിമ നേരെ പല്ലവിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലതുകാലം വെച്ച് സർവ്വ ഐശ്വര്യത്തോടും കൂടി സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് കേറിക്കോളാൻ പറയാ. അങ്ങനെ പല്ലവി സേതും കൂടെ അകത്തേക്ക് കയറി പല്ലവി കൊണ്ടേ പൂജാമുറി കൊണ്ടേ വിളക്ക് വെച്ച പല്ലവി സേതു ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണിമ മുറിയിലിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു വന്നിട്ട് പൂർണ്ണിമയുടെ കൈയെടുത്തിട്ട് പറഞ്ഞു, പൂർണ്ണിമ ക്ഷമിക്കണം, അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടന്നുപോയി. ശരിക്കും വിവാഹം കഴിക്കാൻ പോയതല്ല ഞാൻ പല്ലവിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇനിയൊരു ജീവിതം ഉണ്ടാവത്തില്ല. ഞാൻ കെട്ടായിരുന്ന താലി തിരികെ കൊണ്ടു കൊടുത്ത് തിരികെ വരാനിരുന്നവനാ ഞാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല, മരണത്തിനല്ലാതെ ഞങ്ങളെ പിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് ആരോടും പറയാതിരുന്നേ. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട സേതു, എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെന്നാണ് നീ കരുതുന്നേ? എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്ക് സങ്കടമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? ശരിക്കും ഈ കല്യാണം നല്ല ആർഭാടമായിട്ട് കെങ്കേമമായിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ച കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി 3-4 കൂട്ടം പായസമൊക്കെ ആയിട്ട് ഒരു മാമാങ്കം പോലെ നടത്താൻ തീരുമാനിച്ച. പക്ഷെ അത് നടന്നില്ലോ എന്നൊരു വിഷമമുണ്ട്. സാരമില്ല, ഇതെല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ, ദൈവം തീരുമാനിക്കും ഓരോ വിവാഹം എങ്ങനെ നടക്കണം എന്നുള്ളത്. ഇതിപ്പോ ഇങ്ങനെ നടക്കാനായിരിക്കും.
ദൈവ തീരുമാനം, ദൈവ നിയോഗം ഇതായിരിക്കും. എപ്പോഴാണെങ്കിലും പല്ലവി നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടവളാ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്കൊരു ടെൻഷനില്ല. നീ പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ കൂടെ. പല്ലവിയെ പോലെ നല്ലൊരു പെൺകുട്ടിയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നേ, പിന്നെ എന്തിനാ എന്നൊക്കെ ചോദിച്ചോണ്ട് സേതുവിനെ പൂർണ്ണമ ആശ്വസിപ്പിക്കുക. സേതുവിന് സന്തോഷമായി. പിന്നീട് സേതുവിനെ കൂട്ടി നേരെ പല്ലവിയുടെ അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലുക. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, പൂർണ്ണാമ ക്ഷമിക്കണം, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിച്ചു. എന്തിനാ മോളെ ക്ഷമ പറയണേ? നിന്നെ പോലെ ഒരു മിടുക്കിയായ പെൺകുട്ടിയെ എന്റെ സേതുവിനെ കിട്ടിയില്ലോ. എത്ര നാളായി നിങ്ങൾ ഈ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നേ? ഓരോ തവണ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വിവാഹം നടത്തണമെന്ന്. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്, നിന്നെ ഒരു രാജകുമാരിയെ പോലെ ഒരുക്കി നാലാളുടെ മുന്നിൽ വെച്ച് നിന്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ലല്ലോന്ന്. സാരമില്ല, എന്നാലും അതിനകത്തൊന്നും വലിയ കഥയില്ല. നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്. എത്ര ആർഭാടമായിട്ട് കല്യാണം നടത്തിയാലും കിട്ടുന്ന ജീവിതം മോശമാണെങ്കിലോ അതിലൊന്നും ഒരു കഥയില്ല മോളെ. പിന്നീട് അച്ഛനോട് പറഞ്ഞു ശ്രീഹരിയെ വിളിക്കാൻ പറയണം. അച്ഛൻ പോയി ശ്രീഹരിയെ വിളിച്ചോണ്ട് വന്നു. ശ്രീഹരിയോട് പൂർണ്ണിമ പറഞ്ഞു, അതെ, ഇന്നത്തെ ഒരു ദിവസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്. ഇന്ന് സേതുവിനോടൊന്നും പറയാൻ പറ്റില്ല, കാരണം സേതുവിന്റെ വിവാഹം നടന്ന ദിവസമല്ലേ. കല്യാണം ആർഭാടം നടത്താൻ പറ്റില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ആചാരങ്ങളൊക്കെ അതിന് മുറക്കി നടത്തണം. ഇനിയിപ്പം പാലും പഴവും ഒക്കെ കൊടുത്ത് വേണം സ്വീകരിക്കാൻ, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, പിന്നീട് പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ചടങ്ങ്, മധുരം കൊടുക്കൽ ചടങ്ങിനാ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഹാളിലേക്ക് വന്നു. ആദ്യം പൂർണ്ണിമ പാലും പഴവും ഒക്കെ കൊടുത്ത് രണ്ടുപേർക്കും, പിന്നീട് അച്ചു, അങ്ങനെ എല്ലാവരും കൊടുത്തു. ഇതൊക്കെ കണ്ട് ഋതു ഇന്ദ്രനും മാറി നിൽക്കുവാണ്. ഒടുവില് സ്വാതി ചേച്ചു, അല്ല ഋതു ചേച്ചി കൊടുക്കുന്നില്ലേ, മധുരം കൊടുക്കുന്നില്ലേ? ഇത് കേട്ട ഋതു ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, വേണ്ട, ഇല്ല, ഋതു കൊടുക്കുന്നില്ല. ഋതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം? ഇന്ദ്രൻ പറഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ചു പറഞ്ഞു, കൊടുക്കുന്നില്ലാത്തവരൊന്നും കൊടുക്കണ്ട, ഇവിടെ ഓരോ നിർബന്ധമില്ല ആരും കൊടുക്കണമെന്ന്, അതിന്റെ ആവശ്യമില്ല. അല്ലേലും ഇഷ്ടമില്ലാത്തവരൊന്നും കൊടുക്കണ്ട, ഇഷ്ടമുള്ളവർ മാത്രം കൊടുത്താൽ മതി. അപ്പോഴേക്കും ബേബി ചേച്ചി പറഞ്ഞു, അതെ എനിക്കിഷ്ടമുണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി ഒന്ന് മധുരം കൊടുത്തു. പിന്നീട് ബേബി ചേച്ചിയോട് പൂർണ്ണിമ പറഞ്ഞു, അതെ ഒരു സദ്യ തന്നെ വേണം. ശ്രീഹരിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പൂർണ്ണിമ പറഞ്ഞു, ശ്രീഹരി സദ്യപാഠത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ബേബി ചേച്ചിക്ക് ഒരുക്കി കൊടുക്കണം. അത് മാത്രമല്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശ്രീഹരിയെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ്. പിന്നീട് ശ്രീഹരി നേരെ പോകുന്ന എഴുത്തവരെ വീട്ടിലേക്ക്. ഈ സമയത്ത് മാഷ് പുറത്തു പോകാൻ റെഡിയാവാണ്. അപ്പോഴേക്കും ഒന്ന് ശോഭ ചോദിച്ചു, അല്ല മാഷ് എങ്ങോട്ടാ? എനിക്ക് ബാങ്കി വരെ പോകണം, പല്ലവിയും കൂടെ ഒന്ന് വിളിക്കണം. അല്ല അവൾ ലൈബ്രറി അല്ലേ, അവൾക്ക് ബുദ്ധിമുട്ടാവുക. അതൊന്നും കുഴപ്പമില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അല്ല മാഷ് എന്തിനാ ഇപ്പം ബാങ്കിലേക്ക് പോകുന്നേ? അതെ, സഹകരണ ബാങ്കി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോഴേക്കുമാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ആ ശ്രീഹരിയോ, ഇതെന്താ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് കയറി വാ, പല്ലവി ഇവിടെ ഇല്ല, ലൈബ്രറി പോയതാ. അല്ല ഇപ്പൊ പല്ലവിയെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലേ? അല്ല എന്ത് പല്ലവിയെ കുറിച്ച് എന്താ? അപ്പോഴാണ് ശ്രീഹരി പറയണേ, അതെ പല്ലവി ചേച്ചിയുടെ സേതുവേണ്ണെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞെന്നോ? അതും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യമാണോ പറയണേ? അതെ, സത്യമായിട്ടുള്ള കാര്യം പറയണേ. അവരുടെ തമ്മിൽ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നുണ്ടായൊരു കല്യാണമാണ്, അതുകൊണ്ട് ആരോടും പറയാനൊന്നും പറ്റിയില്ല. നിങ്ങളെ രണ്ടുപേരെ പൂർണ്ണാമ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം അവർക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. പക്ഷെ എന്നാലും പൂർണ്ണിമ പറഞ്ഞല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ. പിന്നീട് ശ്രീഹരിയോടൊപ്പം അവരങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് അഷ്ടമൂർത്തി അല്ലേ മൂർത്തി എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാണ്ട, അതാ ഞാൻ പുറത്തേക്ക് വിളിച്ചേ. എന്താ മൂർത്തിക്ക് പറയാളെ? അത് പിന്നെ ലക്ഷ്മി മാഡം ഒരു കാര്യമുണ്ട്. അല്ല ശൈലജ മാഡം അകത്തുണ്ടോ? അകത്തുണ്ട്, അവര് കേൾക്കണ്ട. അത് സേതുമാധവന്റെ പല്ലവിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞെന്നോ? അതെ, അത് ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ തോതിൽ അവർ രണ്ടുപേരും തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേട്ടുന്ന ലക്ഷ്മി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ശരിക്കും ഞാൻ വേണ്ടതായിരുന്നു, ഞാനും കൂടെ നിന്ന് വേണമായിരുന്നു ഈ കല്യാണം നടത്തി കൊടുക്കാനായിട്ട്. എന്ത് ചെയ്യാൻ പറ്റും? സംഭവിക്കേണ്ട സംഭവിച്ചില്ലേ, എന്നാലും എനിക്ക് അവരൊന്നും അനുഗ്രഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, ഇനിയിപ്പം വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തിയാലും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ മൂർത്തി പറഞ്ഞത്, കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, എന്നാലും എൻ്റെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടാവും. ഞാൻ ഇത്ര അകലെയാണെങ്കിലും എൻ്റെ അനുഗ്രഹം ഞാൻ അവർക്ക് കൊടുക്കും. എനിക്ക് എൻ്റെ മോനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ സമയത്ത് മൂർത്തി പറഞ്ഞു, അല്ല ഇനി ഇത്ര ചെയ്യുമ്പോഴത്തേനും വേണു സാറ് വരത്തില്ലേ? വരും. അല്ല ശൈലജ മാഡം എന്തെടുക്കുക? വേണുവേണ്ട വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുക. ചികിത്സ കഴിഞ്ഞ് വേണുവേട്ടം വരുമല്ലേ, ഇനിയിപ്പോൾ എന്നേക്കാളും കൂടുതൽ കെയറിങ് കൊടുക്കാനായിരിക്കും. അല്ല എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ശൈലജ മാത്രം വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ഞാനൊന്നും ഒന്നുമല്ല, അവൾക്കാണ് സ്നേഹക്കൂടലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അടുക്കള കിടന്ന് പണിയുന്നുണ്ട്.
അത് കൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. പിന്നാലെ വേണുവും. കാരണം ആ പെൺകുട്ടി വേറെ ആയിരിക്കും, ആരും ആയിരിക്കില്ല, സേതുവിന്റെ പെങ്ങളായിരിക്കും. അതിനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.